ഒരു പ്രണയം കൊണ്ട് ഒരു രാജ്യം തന്നെ ഇല്ലാതായ കഥ കേട്ടിട്ടുണ്ട്. എല്ലാം തുടങ്ങുന്നത് ഒരു പ്രണയത്തിൽ നിന്നാണ്. അതിസമ്പന്നമായിരുന്ന ട്രോയ് നഗരത്തിലെ രാജകുമാരന്മാരിൽ രണ്ടാമനായിരുന്ന പാരിസിന് ഗ്രീക്കിലെ അതിശക്തരായ സ്പാർട്ടയുടെ രാജാവ് മെലനോസിന്റെ ഭാര്യയുമായി പ്രണയമുദിച്ചു. അവരുടെ പേര് ഹെലൻ എന്നായിരുന്നു. ഹെലൻ ഓഫ് സ്പാർട്ട. പ്രണയത്തിനൊടുവിൽ പാരിസും ഹെലനും ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ട്രോയ് നഗരത്തിലേക്ക് ഒളിച്ചോടി. വാർത്തയറിഞ്ഞ മെലനോസ് രാജാവ് വല്ലാതെ ദേഷ്യപ്പെട്ടു. അതിശക്തരായിട്ട് കൂടി സ്പാർട്ടയിൽ നിന്നും രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോയ ട്രോയ് നഗരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ സഹോദരൻ കിങ് അഗമന്റെ സഹായത്തോടെ ഒരു വലിയ ഗ്രീക്ക് ആർമിയെ അദ്ദേഹം സജ്ജമാക്കി. ഗ്രീക്ക് ആർമിയുടെ വലിപ്പമായിരുന്നില്ല അവരുടെ ശക്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം, മറിച്ച് അതിശക്തനായ ഗ്രീക്ക് ഇതിഹാസ വീരനായിരുന്ന അക്കില്ലസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി. ആരാലും തോൽപ്പിക്കപ്പെടാത്ത അക്കില്ലസ്. അക്കില്ലസിന്റെ കൂടി നേതൃത്വത്തിൽ ഗ്രീക്ക് ആർമി ട്രോയ് നഗരത്തെ ലക്ഷ്യമാക്കി കടൽ കടന്നു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. 10 വർഷമായിരുന്നു ആ ഉപരോധം നീണ്ടത്. എന്നാൽ ഇതിനിടയിൽ അക്കില്ലസിന്റെ കാമുകിയെ കിങ് അഗമനൻ തട്ടിയെടുത്തുമായി ബന്ധപ്പെട്ട് അക്കില്ലസും രാജാവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവസാനം അക്കില്ലസ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. അക്കില്ലസ് ഇല്ലാത്ത ഗ്രീക്ക് ആർമി പതിയെ പരാജയം മണക്കാൻ തുടങ്ങി. ഹെക്ടറിന്റെ നേതൃത്വത്തിൽ ട്രോയ് സൈന്യം ആഞ്ഞടിച്ചു. എന്നാൽ അക്കില്ലസിന്റെ അടുത്ത സുഹൃത്തായിരുന്ന പെട്രക്ലോസ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരുന്നില്ല. അക്കില്ലസിന്റെ വേഷവും ധരിച്ച് അദ്ദേഹം യുദ്ധത്തിനിറങ്ങി. ഹെക്ടറുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. തന്റെ സുഹൃത്തിന്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യാൻ അക്കില്ലസ് ഒരിക്കൽ കൂടി യുദ്ധത്തിലേക്ക് ഇറങ്ങി. ഹെക്ടറിനെ കൊല്ലാൻ തീരുമാനിച്ച അക്കില്ലസ് ട്രോയ് നഗര കവാടത്തിലേക്ക് ഒറ്റയ്ക്ക് ചെന്നു. ഹെക്ടറും അക്കില്ലസും നേരിട്ട് ഏറ്റുമുട്ടി. അവസാനം ഹെക്ടർ കൊല്ലപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിച്ചില്ല. ട്രോജൻ വാർ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ശക്തി കൊണ്ട് മാത്രം ട്രോയ് നഗരത്തെ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഗ്രീക്ക് ആർമി തിരിച്ചറിഞ്ഞു. ഒഡീസിയസിന്റെ നിർദ്ദേശപ്രകാരം അവരൊരു ബുദ്ധി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നൊരു നാൾ ഗ്രീക്ക് ആർമി അപ്രത്യക്ഷരായി. ട്രോയ് നഗരവാസികൾ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ അവർ അന്താളിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഒരു ട്രോജൻ ഹോഴ്സ് അവരുടെ കണ്ണിൽപ്പെടുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഒരു കുതിര. പരാജയപ്പെട്ട് പിൻവാങ്ങിയതിന്റെ അടയാളമായി ഗ്രീക്ക് ആർമി ഉപേക്ഷിച്ചു പോയതാണ് ഈ കുതിരയെന്ന് തെറ്റിദ്ധരിച്ച ട്രോയ് നഗരവാസികൾ അതിനെ അവരുടെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാത്രി അവർ ആഹ്ലാദിച്ചു. നൃത്തം ചെയ്തും പാട്ടുപാടിയും അവർ ആഹ്ലാദത്തിനിർത്തില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ട്രോജൻ ഹോഴ്സിൽ ഒളിച്ചിരുന്നിരുന്ന ഗ്രീക്ക് ആർമി നഗരത്തിലേക്ക് പ്രവേശിച്ചു. കണ്ണു തുറക്കും മുമ്പ് ട്രോയ് നഗരം അവർ പിടിച്ചെടുത്തു. ട്രോയ് എന്ന അതിസമ്പന്നമായിരുന്ന ഒരു രാജ്യം അവിടെ ഇല്ലാതായി. ഈ ട്രോജൻ വാറിൽ ഗ്രീക്ക് ആർമി വിജയം വരിച്ചു. ഹോമറിന്റെ ഇതിഹാസ കാവ്യമായ ഇലിയഡിന്റെ കഥയായ ട്രോജൻ വാർ ഒരു ഗ്രീക്ക് മിത്തോളജിയുടെ ഭാഗമാണ്.